അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചതിനു പിന്നാലെ ഇപ്പോൾ രാജിവെച്ച് സംവിധായകൻ രഞ്ജിത്തും. ഇന്നോ നാളെയോ രാജി നൽകുമെന്നായിരുന്നു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് രാജിവെച്ചിരിക്കുകയാണ്. രാജിവെക്കുമെന്ന് ചലച്ചിത്ര അക്കാദമി അംഗങ്ങളെ അറിയിച്ചിരുന്നു. നടി ശ്രീലേഖ മിത്രയുടെ ലൈംഗിക ആരോപണത്തെ തുടർന്നാണ് രഞ്ജിത്ത് രാജിവെക്കുന്നത്. രാജിവെക്കുമെന്ന് ചലച്ചിത്ര അക്കാദമി അംഗങ്ങളെ അറിയിച്ചു. നടി ശ്രീലേഖ മിത്രയുടെ ലൈംഗിക ആരോപണത്തെ തുടർന്നാണ് രഞ്ജിത്ത് രാജിവെക്കാൻ നിർബന്ധിതനാകുന്നത്. രഞ്ജിത്തിനെ സംരക്ഷിക്കാൻ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും സർക്കാരും കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും സിനിമാ മേഖലയിൽ നിന്നും രാഷ്ട്രീയ മേഖലയിൽ നിന്നും സമ്മർദ്ദം കനക്കുകയാണ്. രഞ്ജിത്തിനെ പുറത്താക്കണമെന്ന് മുതിർന്ന CPI നേതാവ് ആനി രാജ തുറന്നടിച്ചിരുന്നു. ഇതോടെ CPM നേതൃത്വം വെട്ടിലായിരിക്കുകയാണ്. എന്തായാലും നടി ഉയർത്തിയ ലൈംഗിക ആരോപണ കൊടുങ്കാറ്റിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ഉടൻ തന്നെ രാജിവെക്കും. CPI അടക്കമുള്ള ഇടതു കേന്ദ്രങ്ങളിൽ നിന്നുൾപ്പെടെ രാജിക്കായി സമ്മർദ്ദം ഉയർന്നതോടെയാണ് രഞ്ജിത്തിന്റെ രാജി അനിവാര്യമായത്. ഞായറാഴ്ച രാവിലെയോടെ രഞ്ജിത്തിന്റെ രാജി പ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു വ്യക്തമായത്. CPI നേതാക്കളടക്കം ഉയർത്തിയ എതിർപ്പുകൾ അവഗണിക്കാനാകില്ലെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാജിയിലേക്കുള്ള സാധ്യത ഉണ്ടായതെന്നാണ് വിവരം. മോശമായി പെരുമാറിയെന്ന ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലോടെ പ്രതിക്കൂട്ടിലായ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് രാജിവെക്കേണ്ടത് അനിവാര്യമാണെന്നാണ് LDF നിലപാട്. ആരോപണം തെളിഞ്ഞാൽ മാത്രം നടപടിയെന്ന മന്ത്രി സജി ചെറിയാന്റെ ഇന്നലത്തെ ആദ്യ നിലപാട് സർക്കാരിനെ വെട്ടിലാക്കിയിരുന്നു. പിന്നാലെ രഞ്ജിത്തിനെ നീക്കണമെന്ന് LDFിൽ തന്നെ സമ്മർദ്ദം ശക്തമായി. വയനാട്ടിലുള്ള രഞ്ജിത്ത് ഇന്നലെ തന്നെ കാറിൽ നിന്ന് ഔദ്യോഗിക നെയിം ബോർഡ് മാറ്റിയിരുന്നു. സിനിമാ ചർച്ചകൾക്കിടെ രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്ന് ബംഗാളി നടി ശ്രീലേഖ മിത്ര വെളിപ്പെടുത്തിയിരുന്നു. രഞ്ജിത്ത് രാജിവെച്ചാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള ആദ്യ സ്ഥാനചലനമാകും ഇത്. രഞ്ജിത്തിനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ശ്രീലേഖ മിത്ര കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത്. സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോഴാണ് സെറ്റിൽ വെച്ച് തനിക്ക് നേരെ ഇത്തരത്തിലുള്ള ലൈംഗിക പീഡനം ഉണ്ടായിരിക്കുന്നത്. ആ മാനസികാവസ്ഥയിൽ നിന്ന് ഇപ്പോഴും തനിക്ക് പുറത്തു കടക്കാനായിട്ടില്ലെന്ന് ശ്രീലേഖ പറഞ്ഞു. ബംഗാളിൽ നിന്നെത്തി പരാതി നൽകുന്നത് പ്രായോഗികമല്ല. അത് വേണ്ട വിധത്തിൽ ആലോചിച്ച് തീരുമാനിക്കും. അതേസമയം നടി പരാതി നൽകിയാൽ മാത്രമേ കേസെടുക്കാനാകൂ എന്നാണ് സജി ചെറിയാന്റെ വിശദീകരണം. അതുകൊണ്ട് തന്നെ ഇന്നലെ വലിയ രീതിയിലുള്ള തർക്കങ്ങളും ആരോപണങ്ങളുമെല്ലാം പാർട്ടിക്കുള്ളിൽ തന്നെ നടന്നിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി സജി ചെറിയാൻ നിലപാട് മയപ്പെടുത്തി സംസാരിച്ചത്. എന്തായാലും തെറ്റ് സമ്മതിച്ചു രഞ്ജിത്ത് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പരാതി നൽകണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ആലോചിക്കും. ശ്രീലേഖ മിത്ര തുറന്നടിച്ചു.